ഈ കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിട അപകടത്തിൽ മരിച്ച ബഷീറിന്റെ സംസ്കാരം കൂനിയിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. സരീഷ് പി കെ വിവരങ്ങൾ അടിച്ചിരുന്നു. സരീഷെ, ഒരു കുടുംബത്തെ തേടിയെത്തിയ അപ്രതീക്ഷിതമായി എത്തിയ ഒരു ദുരന്തമാണ്. ആരുടെയൊക്കെയോ അനാസ്ഥ കാരണം പൊലിഞ്ഞു പോയൊരു ജീവനാണ്. ഇപ്പോൾ ഒടുവിൽ ഖബറടക്കം നടന്നിരിക്കുന്നു. സങ്കടകരമായ കാഴ്ചകളാണ്. അല്പസമയം മുൻപാണ് ബഷീറിൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്ത് തന്നെയുള്ള ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കിയത്. ഇപ്പോൾ അഷ്റഫിൻ്റെ മൃതദേഹം ചീക്കിലോട് കൂടത്തിങ്ങൽ ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ മയ്യത്ത് നിസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ അകത്ത് പൂർത്തീകരിക്കുകയാണ്. ഈ പള്ളിയുടെ പുറകിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഖബർ അടക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ ജബ്ബാറിൻ്റെ മൃതദേഹം ഇന്നലെ തന്നെ വീടിന് സമീപത്ത് തന്നെയുള്ള പള്ളിയിൽ ഖബറടക്കിയിരുന്നു. അങ്ങനെ മൂന്നാമത്തെ ഈ സംഭവത്തിൽ ആകെ 4 പേരാണ് മരണത്തിന് കീഴടങ്ങിയത്. അതിൽ 2 പേരുടെ മൃതദേഹം ഇതിനോടകം തന്നെ സംസ്കരിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ അഷ്റഫിൻ്റെ മയ്യത്ത് നിസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മയ്യത്ത് ഖബറടക്കുന്ന കാര്യങ്ങളും നടക്കും. അതോടൊപ്പം തന്നെ വിനോദാണ് ഏറ്റവും അവസാനമായി ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 6 മണിയോടെയാണ് വിനോദിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. വിനോദിൻ്റെ മൃതദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് 10:30 ആ സംസ്കാര ചടങ്ങുകൾ ഈ വീട്ടുവളപ്പിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വേദനാജനകമായ ഒരു സംഭവമാണ്. ഈ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായ, കാരണം നമ്മളൊക്കെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ക്ഷണിച്ചു വരുത്തിയ അപകടം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം അവിടുത്തെ തൊഴിലാളികളാണ്. അതോടൊപ്പം തന്നെ അവിടെ എപ്പോഴും എത്തുന്ന, അവിടെ നിന്നും സാധനങ്ങൾ കൊണ്ടുപോകുന്ന ബഷീർ എന്ന് പറയുന്നത് അവിടെ നിന്നും സാധനങ്ങൾ സ്ഥിരമായി കൊണ്ടുപോകുന്ന ലോറിയുടെ ഡ്രൈവറാണ് ഈ അഷ്റഫ്. ഇപ്പോൾ നമ്മൾ ഈ മയ്യത്തിങ്ങോട്ടേക്ക് പുറത്തേക്ക് എടുക്കാനുള്ള ഈ നിസ്കാരം കഴിഞ്ഞ് മയ്യത്തെ പുറത്തേക്ക് എടുക്കാനുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ പള്ളിക്കകത്ത് നിന്നും, ചീക്കിലോട് ജുമാ മസ്ജിദ് പള്ളിക്കകത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ അഷ്റഫിൻ്റെ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നാടിനെ ആകെ വേദനിപ്പിക്കുന്നത്. കാരണം രാവിലെ വീട്ടുകാരോടും നാട്ടുകാരോടും വിശേഷങ്ങൾ പറഞ്ഞ് തിരിച്ച് വൈകിട്ട് നേരത്തെ എത്താം, ഒരുമിച്ച് പള്ളിയിൽ നോമ്പ് തുറക്കാം എന്ന് പറഞ്ഞ് ജോലിക്കായി പോയ ആളാണ്. ആ വ്യക്തിയാണ് ഇപ്പോൾ എല്ലാവരോടും വിട പറഞ്ഞ് മണ്ണിലേക്ക് ലയിക്കാനുള്ള യാത്രയിലേക്ക് പോകുന്നത്. എന്തായാലും വേദനാജനകമായ ഒരു കാഴ്ചയിലൂടെയാണ് ഈ നാളൊന്നാകെ, പ്രത്യേകിച്ച് അത്തോളി എന്ന് പറയുന്ന പ്രദേശത്ത് 2 പേരാണ് ഇതോടൊപ്പം ഇല്ലാതായത് എന്നുള്ളതാണ്. അഷ്റഫിൻ്റെയും ഒപ്പം തന്നെ ബഷീറിൻ്റെയും നാട് അത്തോളിയാണ്. ഈ അത്തോളി മേഖലയിലാണ് തന്നെ പ്രവർത്തിച്ചിരുന്നത്. സമീപവാസികളായിരുന്നെങ്കിൽ പോലും, അല്ലെങ്കിൽ 2 പള്ളികളായിരുന്നെങ്കിൽ പോലും ഇവരെല്ലാം കേന്ദ്രീകരിച്ച് ഒരുമിച്ചാണ് പല ഈ വലിയങ്ങാടിലൊക്കെ പോയിരുന്നത് പോലും. ആ യാത്രയിലും മിക്കവാറും തമ്മിലുള്ള പരിചയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവർ പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ശരി സരീഷ്, ശരി. വളരെ സങ്കടമുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു വരാമെന്നൊരു ഉറപ്പിന്മേൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ മനുഷ്യരാണ്, 4 മനുഷ്യരാണ് ഇന്നലെ ഒരു നിലച്ചിരിക്കാത്തൊരു ദുരന്തം, അതും ആരുടെയൊക്കെയോ അനാസ്ഥ കാരണം ഉണ്ടായ നിലച്ചിരിക്കാത്തൊരു ദുരന്തത്തിൽപ്പെട്ട് ജീവൻ നഷ്ടമായത്.